അപ്പം നമ്മളിന്ന് കോട്ടിൻ്റെ പോക്കറ്റ് വയ്ക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് കോട്ട് തയ്ക്കാനായിട്ട് നമ്മൾ ഫ്രണ്ട് പീസ് ഉണ്ടല്ലോ, ഇതിപ്പോൾ കോളർ കോട്ടിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിലിങ്ങനെ ഇതുപോലെ വരുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് പീസിൻ്റെ റൈറ്റ് സൈഡിലുള്ള, ഇപ്പോൾ പോക്കറ്റ് റൈറ്റ് സൈഡിൽ വേണോ ലെഫ്റ്റിൽ വേണമെങ്കിലും ഏത് സൈഡിലാണ് വേണ്ടത് അതെടുക്കുക, ആ പീസ് എടുക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ ബട്ടൺ വയ്ക്കുന്നത് ഈ ഒരു പൊസിഷനിലാണ് കേട്ടോ. അപ്പോൾ അതിനോട് ഇപ്പുറത്തേക്ക് നീങ്ങുന്ന വിധത്തിൽ ഇതുപോലെ ഒരു നീട്ടത്തിലൊരു തുണി എടുക്കുക. അതിന് ഇത്ര ഇഞ്ചൊന്നുമില്ല, എത്രയാണോ നീളം അത് നമുക്ക് ആവശ്യമില്ലാത്തത് കട്ട് ചെയ്ത് കളയാട്ടോ ലാസ്റ്റ് ആകുമ്പോൾ. ഇതിപ്പോൾ ഒരു 18 ഇഞ്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു 2 ഇഞ്ച് താഴേക്ക് ഇതുപോലൊന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഒരു സ്കെയിൽ വെച്ചിട്ട് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ നിന്നും എത്ര അകലത്തിലാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് തീരുമാനിക്കണം. അപ്പം നമ്മുടെ ഒരു പോക്കറ്റിൻ്റെ ഈ തുണിയുടെ അടിഭാഗം ഇതുപോലെ മടക്കി അടിക്കാനുള്ളതാണ് അല്ലേ. അപ്പം നമ്മൾ ഇതിൻ്റെ ഇത്രയെങ്കിലും മുൻപിൽ വന്നാൽ അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് ചാടി കിടക്കില്ലേ, അപ്പോൾ ഇതൊഴിവാക്കാൻ ഇത്രയും കൂടി വിടുക. അപ്പം നമ്മൾ മടക്കി അടിക്കാനുള്ളതും പിന്നൊരു 1 ഇഞ്ചും കൂടി എക്സ്ട്രാ വിട്ടിട്ട് അവിടെ നിന്നും മുകളിലേക്ക് കൈ ഇങ്ങനെ വെച്ച് നോക്കുക. എന്നിട്ട് നമുക്ക് എത്രയാണ് വേണ്ടത് ആ ഒരു പൊസിഷൻ എടുക്കുക. ഒരു 6 ഇഞ്ചോ 7 ഇഞ്ചോ എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1 ഇഞ്ച് കൂടി നമ്മൾ കളയണ്ടല്ലോ, അത് കഴിച്ചിട്ട് ഒരു 6 ഇഞ്ച് ഇത്രത്തിലാണ് ഞാൻ വെക്കുന്നത്. അല്ലെങ്കിൽ മുകളിലേക്ക് വെച്ചാൽ അതൊരു ഭംഗിയാവില്ല, നമുക്ക് ഒരു പൊസിഷൻ ഉണ്ടല്ലോ. എന്നിട്ട് അവിടേക്ക് അപ്പോൾ ആ 6 ഇഞ്ച് ഇതിൽ ഈ 6 ഇഞ്ചിൻ്റെ മുകളിൽ വരുന്ന വിധത്തിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ തയ്യൽ തുമ്പ് പോവിട്ടാൽ ഇതിങ്ങനെ മടങ്ങി വരും. അപ്പോൾ ഇത്രയും ഗ്യാപ്പില്ല, അപ്പോൾ അത്രയും വേണ്ട, ഇത്രയും കൂടി അങ്ങോട്ട് നീക്കാം കേട്ടോ. ഇങ്ങനെ വയ്ക്കുക, ഇവിടെ നിന്ന് 1 ഇഞ്ച് വിട്ടിട്ട് വയ്ക്കുക, മനസ്സിലായില്ലേ. എന്നിട്ട് ഈ നമ്മൾ പോക്കറ്റിലേക്ക് കൈവയ്ക്കില്ലേ, അതിനെ എത്ര ഇഞ്ച് എടുക്കണം എന്നുള്ളത് ഒരു ഏകദേശം ഒരു അളവ് അടയാളപ്പെടുത്തുക. അപ്പോൾ 4.5 ഇഞ്ച് 5 ഇഞ്ച് ഒക്കെ എടുക്കാം. ഞാൻ 5 ഇഞ്ചിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഈ 5 ഇഞ്ചിലേക്ക് നമുക്ക് ഒരു സ്കെയിൽ വെച്ചിട്ട് താഴെയും മുകളിലും 1/2 ഇഞ്ച് വീതോ 1 ഇഞ്ച് വീതോ കൊടുക്കാം. ഇതുപോലെ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഈ 5 ഇഞ്ചിൽ ഇവിടെ ഇതുപോലൊന്ന് താഴേക്ക് വരയ്ക്കുക. ഇനി ഇതിൻ്റെ ഇവിടെ നിന്നും നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു വി ഷേപ്പിൽ അടിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ഇവിടെ നിന്നും ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് 1/2 ഇഞ്ചിലേക്ക് ഇങ്ങോട്ടേക്കും വരച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെയും ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇങ്ങോട്ടേക്ക് സെൻറ്റർ കോർണർ ഭാഗമില്ലേ അങ്ങോട്ടേക്കും ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇത് നമുക്ക് ആദ്യം തന്നെ വരച്ച് വെച്ചിട്ട് പൊസിഷൻ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഈ നമ്മൾ മടക്കി വെച്ചില്ലേ അതിങ്ങനെ വിടർത്തി വയ്ക്കുക. എന്നിട്ട് മെഷീത്തിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ പോയിന്റ് മുതൽ ഇവിടെ വരെയും അതുപോലെ ഇങ്ങോട്ടേക്കും അതുപോലെ ഇതുപോലെ ഇങ്ങനെ ഒരു ബോക്സ് ആയിട്ട് അടിച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ അടിക്കുമ്പോൾ ചെറിയ സ്റ്റിച്ചിൽ അടിക്കണം കേട്ടോ. നമ്മൾ 2 പ്രാവശ്യമൊന്നും അടിക്കുന്നില്ല. എന്നിട്ട് ഇങ്ങനെ ചെയ്യാം. നമ്മളിവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും ഒന്നുകൂടി ഇങ്ങോട്ടേക്ക് ഇങ്ങനെ അടിച്ചുകൊണ്ട് നിർത്തുക, അല്ലെങ്കിൽ കെട്ടിട്ട് വെച്ചാലും മതി. ഇത് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇതിൻ്റെ വീതി എടുത്തത് നമുക്കറിയാമല്ലോ, നമ്മൾ ഒരു 5 ഇഞ്ച് അടയാളപ്പെടുത്തി. അപ്പോൾ അതിൻ്റെ 1 ഇഞ്ച് ഇപ്പുറത്തേക്കും 1 ഇഞ്ച് ഇപ്പുറത്തേക്കും ഇതുപോലെ പീസ് വേണം കേട്ടോ. അതിനനുസരിച്ച് എടുക്കുക. അപ്പം ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിലാണ് വെച്ചേക്കണം. ഇനി ഉള്ളിലേക്ക് എടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ നടുവിൽ വരാണ്ടില്ലേ അത് ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഇതൊന്നങ്ങോട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ഇതിലൂടെ നമ്മൾ ഇവിടെ അപ്പം നമ്മൾ ഇവിടെ വരെയാണ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ. കണ്ടോ. എന്നിട്ട് ഈ കോർണർ ഭാഗത്തേക്ക് ഇതുപോലെ 2 സൈഡിലും ചെയ്യുക.
ആ സ്റ്റിച്ചിൽ കൊള്ളരുത് കേട്ടോ, മുട്ടാതെ വേണം കട്ട് ചെയ്യാനായിട്ട്. ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് കണ്ടോ. ഇനി നമുക്ക് ഈ പീസ് ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇതും ഉള്ളിലേക്ക് വയ്ക്കുക. കണ്ടോ, ഈ ഒരു ബോക്സ് പോലെ വരും. നമുക്ക് ഞാൻ ഇങ്ങനെ വെച്ചില്ലേ, അത് നമ്മളൊന്ന് അയൺ ചെയ്തെടുക്കണം കേട്ടോ. അപ്പം ഇതുപോലെ വരും. ആ വലിയ പീസ് താഴേക്ക് വന്നിട്ടില്ലേ, ആ പീസ് ഒരല്പം മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. കണ്ടോ, അത് അയൺ ചെയ്യുന്നതിന് മുൻപും വെച്ച് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്ത് കൊടുക്കാം. ഇത് കവർ ചെയ്ത് നിൽക്കുന്ന വിധത്തിൽ ഇങ്ങനെയും ചെയ്യാം. പിന്നെ മുകളിൽ നിന്ന് ഇതുപോലെ തന്നെ താഴേക്കും വയ്ക്കാം. പലതരത്തിലുള്ള പോക്കറ്റുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ രണ്ടിതായിട്ട് വരുന്നതും ചെയ്യാം, നമുക്ക് ഒറ്റ പീസിൽ വരുന്നതും ചെയ്യാം. ഞാനിപ്പോൾ ഒറ്റ പീസിൽ വെക്കാൻ പോണേണ്. അപ്പോൾ ഇതിങ്ങനെ ഇത്തിരി കൂട്ടിയെടുക്കുക. കണ്ടോ, ഇനി നമുക്ക് ഇതിൻ്റെ അടിയിലേക്ക് ഇതൊന്നും കൂടി അയൺ ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പം നമ്മളിത് അയൺ ചെയ്തെടുത്ത് എന്നിട്ട് അപ്പം നമ്മളിത് ഇങ്ങനെ വെച്ചേക്കല്ലേ. ഇനി നമുക്ക് ഇത്ര ഇറക്കുമല്ലേ പറഞ്ഞേക്കണത്, അവിടെ വെച്ചിട്ട് ഇതിങ്ങനെ മുകളിലേക്ക് ആക്കി കൊടുക്കുക. കണ്ട, അപ്പോൾ ആ പീസ് അവിടെ മടങ്ങി വന്നിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആക്കുക. കണ്ടോ, അപ്പം നമുക്ക് പോക്കറ്റിൻ്റെ ലെങ്ത്ത് ഇത്ര വരും. കണ്ട, ഇങ്ങനെ വരും. ഇനി ഇപ്പം ഈ നമ്മൾ ചെയ്ത് വെച്ചത് നമുക്കവിടെ നിന്ന് ഫിക്സ് ചെയ്ത് വെക്കണം. അപ്പം അതിനായിട്ട് ഇപ്പം നമ്മുടെ പോക്കറ്റ് റെഡി ആയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഇവിടെയൊക്കെ കുറച്ച് ഫിക്സിങ് ഉണ്ട് കേട്ടോ. ഇതാ ഇതിങ്ങനെ വരുന്ന വിധത്തിൽ കറക്റ്റാക്കി വെച്ചതിന് ശേഷം ഇവിടെ ഒന്ന് പതുക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ മറിച്ച് വയ്ക്കുക. കണ്ട, അപ്പം നമ്മൾ ആ കട്ട് ചെയ്ത ആ ഒരു വി പീസില്ലേ, ആ പീസ് ഇങ്ങനെ വിടർത്തി വെക്കണം. അപ്പം അതിനടിയിൽ ഇതുപോലെ വിടർന്ന പീസുകളുണ്ട് കേട്ടോ. അത് ഇപ്പോൾ ഈ നമ്മൾ അടിയിൽ നിന്ന് മുകളിലേക്ക് ഒരു തുണി വെച്ചിട്ടില്ലായിരുന്നോ, ഇതിൻ്റെ ബാലൻസ് ഇങ്ങനെ മുകളിലേക്ക് അത് കറക്റ്റാക്കി വെക്കുക. ഇതാ ഇതുപോലെ. എന്നിട്ട് ഈ കാണുന്ന സ്റ്റിച്ചിലൂടെ അടിച്ചു വരണം. നമുക്ക് ഓൾറെഡി ഇവിടെ ഒരു സ്റ്റിച്ച് ഉണ്ടായിരുന്നു. ആ സ്റ്റിച്ചിലൂടെ ഇതുപോലെ ഒന്നും കൂടി കെട്ടിട്ട് കൊടുക്കുക അടിച്ച്. എന്നിട്ട് ഇതിങ്ങനെ വിടർത്തുക. അതുപോലെ തന്നെ ഇപ്പുറത്തും കണ്ട, ഈ ഒരു പീസിൻ്റെ സ്റ്റിച്ച് ഇവിടെ വന്നിട്ടുണ്ട്. ഈ സ്റ്റിച്ചിലൂടെ ഇവിടെ ഒന്ന് കെട്ടിട്ട പോലെ അടിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ അടിക്കുമ്പോൾ ഇവിടെ കറക്റ്റാണെന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഈ പീസിലേക്ക് വരരുത്. ഈ ഒരു ലൈനിൽ തന്നെ കറക്റ്റായിട്ട് അടിക്കുക. ഇവിടെ ഒരു ചുളുക്ക് വന്ന് അത് നമ്മൾ ഇവിടെ കട്ട് ചെയ്തതിൻ്റെ ഒരു ഇത്തിരി കൂടി കട്ട് ചെയ്യാനുണ്ട്, അതിൻ്റെയാണ്. അതൊന്ന് അയൺ ചെയ്ത് ഷേപ്പ് ചെയ്യുക. ഇപ്പോൾ ദാ ഇങ്ങനെ വന്നു. അപ്പോൾ നമ്മുടെ പോക്കറ്റ് റെഡി. ഇനി എന്താ ചെയ്യണ്ടേ, ഇതിങ്ങനെ വെച്ചതിന് ശേഷം ഇവിടെ വെറുതെ കിടക്കുകയല്ലേ, അപ്പം ഈ ഒരു പീസ് ഉണ്ടല്ലോ നമ്മുടെ മുകളിലേക്കുള്ളത്, ഇതാ ഇതിങ്ങനെ മുകളിലേക്ക് കയറിപ്പോരും. ഇതാ ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഈ ഒരു പീസിനെ നമ്മളിവിടെ ഇപ്പം ചെയ്തതുപോലെ തന്നെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. ഇതാ ഈ സ്റ്റിച്ചില്ലേ അതിന് മുകളിലൂടെ ഇതുപോലെ അടിക്കുക. എന്നിട്ട് ഇത് കുറച്ചങ്ങോട്ട് കളയാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെയൊക്കെ ഈ അരിക് ഈ അറ്റം മുതൽ ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരിക. അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കണം.
ഇനി ഇവിടെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. ലോക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചെയ്ത സ്റ്റിച്ച് ഇതുപോലെ മടക്കിയിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് വിട്ടാൽ മതി. അപ്പോൾ ഇത് നമ്മൾ അതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഞാൻ അരികൊക്കെ ഒന്ന് ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ട, ക്ലോസ് ചെയ്തെടുത്തു. ഇനി നമ്മുടെ പോക്കറ്റ് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. താങ്ക്